പറഞ്ഞു. ജയേഷ് ബ്രദറെ, ആദ്യം ബ്രദർ വായിച്ചത് ഈ പുള്ളിക്കാരൻ സതീദേവിയുടെ വിരഹ ദുഃഖത്താൽ നടന്നു എന്നല്ലേ പറയുന്നത്. അതെ അപ്പൊ ഈ സതീദേവി നടന്നത് ഈ ശിവന്റെ ഭാര്യയല്ലായിരുന്നു. അതെ. അപ്പൊ അതായത് ദൈവത്തിന്റെ ഭാര്യയായ ഒരു ദേവിയാണ് ഈ സതീദേവി. ഉം, ഈ സതീദേവി എങ്ങനെ മരിച്ചത്? ഈ ശിവനൊരു വിരഹ ദുഃഖം പറഞ്ഞെങ്കിൽ സതീദേവിയെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഉം. സതീദേവി എങ്ങനെ മരിച്ചത്? അത് നമുക്ക് സൂയിസൈഡ് ഇത് ചെയ്തു. സൂയിസൈഡ് ചെയ്തു. ഉം, ഇപ്പൊ എന്ന് പറഞ്ഞാല് പ്രപഞ്ച സൃഷ്ടാവിന്റെ ഭാര്യ സൂയിസൈഡ് ചെയ്ത ആദ്യത്തെ അവസാനത്തെ മതമാ ഈ ഈ പറയപ്പെടുന്ന ഈ സനാതന മതം, ഉം. ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത്. നോക്കണം, നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു ദൈവത്തിന്റെ ഭാര്യ സൂയിസൈഡ് ചെയ്തു. സൂയിസൈഡ് ചെയ്തതിന്റെ ഫലമായിട്ട് ദൈവം ഇതാ വിഷമിച്ച് വിഷണ്ണനായി നടക്കുന്നു. അങ്ങനെ കാമദേവന്റെ ബാണങ്ങളേറ്റ് ശിവന്റെ ലിംഗത്തിന് ഉദ്ധാരണം സംഭവിക്കുന്നു. ഉദ്ധാരണം സംഭവിച്ച ലിംഗം ശിവൻ നാട്ടുകാരെ കാണിച്ചുകൊണ്ട് നടക്കുന്നു. നാട്ടുകാരെ കാണിച്ച് നാട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോ പെണ്ണുങ്ങളെ ആണത്തോളം ആമ്പിള്ളാര് അതിനെ എടുത്ത് ശാപിച്ച് താഴെ ഇട്ടു. യേശു ശാപിച്ച് താഴെ ഇട്ട് കഴിഞ്ഞപ്പോ മക്കള് രണ്ടുപേരും കൂടെ ആരാ വിഷ്ണുവും ബ്രഹ്മാവും കൂടെ കാണാൻ ഇറങ്ങുന്നു. വണ്ടി വിളിച്ചു. ഒരാള് പാതാളത്തിലേക്കും ഒരാള് മുകളിലേക്കും പോകുന്നു. രണ്ടുപേരും മേളിലേക്കും താഴേക്കും പോയപ്പോ അപ്പന്റെ ലിംഗത്തിന്റെ അറ്റം കാണാൻ പറ്റാതെ നിരാശരായി വന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നണ്ണ നമിച്ചണ്ണ, അണ്ണൻ തന്നെ വലിയവൻ. അങ്ങനെ മക്കൾ രണ്ടുപേരും കൂടെ അപ്പന്റെ ലിംഗത്തെ ആരാധിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കി കഥയുടെ പോക്ക് എങ്ങോട്ടാണ്.